നീല നിറത്തിലുള്ള തേൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമായി തോന്നും. ഫ്രാൻസിന്റെ വടക്കു കിഴക്കൻ പ്രദേശമായ റിബോവിലെ എന്ന സ്ഥലത്താണ് 2012 ഈ വിചിത്ര പ്രതിഭാസം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ തേനീച്ചകൾ ശേഖരിച്ച തേനിന് കടും നീലയും പച്ചയും നിറമായിരുന്നു. ഇത് പ്രകൃതിദത്തമായ ഒരു മാറ്റമായിരുന്നില്ല. ഇതിന് പിന്നിൽ വളരെ രസകരമായ ഒരു കാരണമുണ്ടായിരുന്നു. ഈ പ്രദേശത്തിന് അടുത്തായി ഒരു M&M മിഠായികളുടെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്നു. തേനീച്ചകൾ പൂന്തേൻ തേടി പോകുന്നതിന് പകരം പ്ലാന്റിലെ കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച നീലയും പച്ചയും നിറമുള്ള മിഠായി അവശിഷ്ടങ്ങളിൽ നിന്നും മധുരം നുകരുവാൻ തുടങ്ങി. മിഠായികളിൽ ഉപയോഗിച്ചിരുന്ന കൃത്രിമ നിറങ്ങൾ തേനീച്ചയുടെ ഉള്ളിലെത്തുകയും അവ തേൻ നിർമ്മിച്ചപ്പോൾ ആ നിറം തേനിന് ലഭിക്കുകയും ചെയ്തു. സാധാരണ തേനിനെ അപേക്ഷിച്ച് ഇതിന് രുചി വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ തേൻ കാണുവാൻ ഭംഗിയുള്ളതാണെങ്കിലും ഫ്രഞ്ച് നിയമങ്ങൾ അനുസരിച്ച് തേൻ പൂക്കളിൽ നിന്ന് മാത്രമുള്ളതാകണം. അതിനാൽ ഈ നീലത്തേൻ വിപണിയിൽ വിൽക്കുവാനായി കർഷകർക്ക് സാധിച്ചില്ല. കൃത്രിമ നിറങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് തേനീച്ചകളുടെ ആരോഗ്യത്തെയും അവയുടെ കോളനിയുടെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്ന് അന്ന് ആശങ്ക ഉയർന്നിരുന്നു. നീലത്തേൻ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു നിറങ്ങളിലുള്ള തേനും കാണപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിലെ യൂട്ടായിൽ മിഠായി ഫാക്ടറികളിൽ നിന്നും പഞ്ചസാര ലായനി കുടിച്ച തേനീച്ചകൾ ചുവപ്പ് നിറത്തിലുള്ള തേൻ ഉൽപ്പാദിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ചില പ്രത്യേകതരം മരങ്ങളിൽ, ഉദാഹരണത്തിന് ബക്ക്വീറ്റിൽ നിന്നും ശേഖരിക്കുന്ന തേനിന് കടും നിറവും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും പ്രകൃതിദത്തമാണ്. തേനീച്ചകൾ തങ്ങളുടെ പരിസരത്തുള്ള വസ്തുക്കളോട് എത്രത്തോളം പ്രതികരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ നീലത്തേൻ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.